അതെ, ഈ ബുക്ക് പ്രൈസ് ലഭിച്ച കൃതികൾ വായിക്കുന്നത് ഒരു സുഖമാണെങ്കിലും അതിനേക്കാളും സുഖമുള്ള ഒരു പരിപാടിയുണ്ട്. എന്താണെന്നറിയോ? നോമിനേഷനിൽ വന്നിട്ടുള്ള, അതായത് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക. കിരൺ ദേശായിയുടെ ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി ഇത്തവണത്തെ ബുക്ക് പ്രൈസ് നോമിനേഷനിൽ അവസാന പട്ടികയിലുണ്ട്. സോ ഈ പുസ്തകം ഞാൻ കുറേ നാളായിട്ട് എൻ്റെ കാർട്ടിലെടുത്തിട്ടുണ്ടായിരുന്നതാണ്. അനിയന്ത്രിതമായിട്ട് വില ഇങ്ങനെ വർദ്ധിച്ച് വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഓർഡർ ചെയ്തു. ഇത് ഞാൻ ആമസോൺ ത്രൂ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. 725 എത്രയോ ആയിരുന്നു. സോ ഇതിൻ്റെ ഒരു മാർക്ക് പ്രൈസ് വന്നിട്ട് 900, ഒരു 1000-നകത്തൊക്കെ വരും. എനിവേ, ഓൾമോസ്റ്റ് 700 പേജസ് ഉള്ള ഒരു വളരെ ബൃഹത്തായിട്ടുള്ളൊരു പുസ്തകമാണിത്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഹാർഡ് ബൈൻഡാണ്. എനിക്ക് ഹാർഡ് ബൈൻഡ് ബുക്സ് വളരെ ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, മിക്കവാറുള്ള ഒരുവിധം റീഡേഴ്സിന് എല്ലാവർക്കും ഈ ഹാർഡ് ബൈൻഡിനോടുള്ള സ്നേഹം കൂടുതലായിരിക്കും. എനിവേ, ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി വന്നിട്ട് റോയൽ ബ്ലൂ തീമിലാണുള്ളത്. ഇതിൽ പിങ്ക് കളറാണ് ഇതിൻ്റെ ഒരു ഫോണ്ട് കളർ വരുന്നത്. കുറച്ച് റീഡബിൾ ആയിട്ടുള്ള ഫോണ്ട് സൈസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് എൻ്റെ ആദ്യത്തെ കാഴ്ചയിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കിരൺ ദേശായിയുടെ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന് പറയുന്ന പുസ്തകത്തിനും ഇതിനു മുന്നേ ബുക്ക് പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആദ്യത്തെ റീഡാണ് കിരൺ ദേശായിയുടെ. എനിവേ, വായിച്ചിട്ട് പറയാം. താങ്ക് യു.